ഉദ്വേഗങ്ങളുടെ തലസ്ഥാനമാണ് കേരളത്തിൻ്റെ നിയമത്താര് ജയിക്കും? നിയമത്തെ ഫലം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിയമത്തെ അരങ്ങത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോർപ്പറേഷൻ ഏരിയയെ പറ്റി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ആ കരിമം എന്ന് പറഞ്ഞ വാർഡിലാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് മത്സരിച്ചു. ആശാനാഥിൻ്റെ യഥാർത്ഥത്തിലൊരു കോൺസ്റ്റിറ്റ്യുവൻസി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ വെട്ടിത്തിരിവുകളൊക്കെ CPM നടത്തി അതിനകത്ത്. എന്നിട്ടാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയത് അവരുടെ. അപ്പോൾ ഇവിടെ 90% നായർ കമ്മ്യൂണിറ്റിപ്പെട്ടുള്ള ആളുകളാണ് ഈ വാർഡിൽ, ഈ കരിമം വാർഡിൽ 90% വോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല, കരിമത്ത് 90% വോട്ടും നായന്മാരുടെ ആണല്ലേ? അത് പിന്നെ കൺസോളിഡേറ്റഡ് ആണോ അതോ? കൺസോളിഡേറ്റഡ് ആണ്. ശരി, ഓക്കെ. അപ്പോൾ ഈ 90% വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അവർക്ക് കിട്ടിയ വോട്ട് 500 വോട്ടാണ് ആകെ കിട്ടിയത്. അതായത് കോൺഗ്രസിന് 500 വോട്ട് മാത്രം കിട്ടിയപ്പോൾ ആശാനാഥിന്റെ ഭൂരിപക്ഷം മാത്രം 2500. അത് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. ഏതാണ്ട് 2000 വ്യത്യാസത്തിലാണ് LDF സ്ഥാനാർത്ഥി തോറ്റത്. അതൊരു ഈഴവനായിരുന്നു. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ 90% വോട്ട് BJPക്കായി കിട്ടി. അതെ, അവിടെ ആളുകൾ പൊളിറ്റിക്സിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തെളിവാണത്. ഓക്കെ. തന്നെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യോ എക്കണോമിക് ബേസ് BJPയുടെ കാര്യമായിട്ട് കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ അവിടെ തന്നെ ഈ നിയമമണ്ഡലത്തിലെ 7-8 വാർഡുകൾ ഭരിക്കുന്നത് BJPയാണ്. ആകപ്പാടെ കോസ്റ്റൽ ഏരിയയിലാണ് മുസ്ലിം പ്രാതിനിധ്യമുള്ളത്. പിന്നെ ഈ കരമന ടൗൺ അങ്ങനെയൊക്കെയുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP വോട്ട് കംഫർട്ടബിളായിട്ട് ജയിക്കാം. ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ എങ്ങനെയാണ്? ക്രിസ്ത്യൻ പോപ്പുലേഷൻ FCRA നിയമത്തിൻ്റെ കാര്യം അവിടെ ഒരു കോൺട്രവേഴ്സി. ഞാനൊരു കാര്യം പറയാം, ഈ FCRA കൂടെ എടുക്കാം. ഓക്കെ, പിന്നെ ചർച്ച ചെയ്യാം. പ്രത്യേകം അത് നിയമത്തെ ബാധിക്കുമോ ഏതെങ്കിലും തരത്തിൽ? നിയമത്തെ ഒരു തരത്തിൽ ബാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ FCRA നിയമത്തിനകത്ത് തന്നെ പോലും പിന്നെ ക്രിസ്ത്യാനി എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല അതിനകത്ത്. ഇന്നലെ ഒരു ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി ഉണ്ടല്ലോ, അയാളുടെ പേരെന്താ, മുസ്ലിം ബഹാവുദ്ദീൻ ആണോ? അല്ല, വേറെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന നേരത്തുണ്ട്. എനിക്കറിയാം, നല്ല ഓർമ്മയുണ്ട്. പക്ഷെ പേര് പെട്ടെന്ന് വരുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു. അയാൾ പറയുക, ഞാൻ ഇന്നലെ വായിച്ച അയാളുടെ ഡിസ്കഷൻ അപ്പോൾ അയാൾ പറയുന്നത് ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങൾക്ക് വലിയ ദോഷം ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനികൾക്ക് വലിയ ദോഷം ചെയ്യും. ഒരിടത്ത് പോലും അവർ NGOs എന്നല്ലാണ്ട് ക്രിസ്ത്യാനി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കമാൽ പാഷ ഇത് ട്യൂബ്ലൈറ്റ് ആണ്, ഇത്തിരി സമയം എടുക്കും അത് കത്താൻ. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിസ്റ്റുകളുണ്ട്, ജെയിൻസ് ഉണ്ട്, പിന്നെ സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്. അതിൽ ഏറ്റവും വലിയ അപകടകാരികൾ സിഖുകാര്. അവരാണ് വെളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കൊണ്ടുവരുന്നത്. ക്രിസ്ത്യാനികളുടെ എല്ലാം കൂടെ എടുത്തു നോക്കിയാൽ 1000 പേര് കാണും. 10-38,000 അക്കൗണ്ടുകളുള്ളതിൽ 1000 എണ്ണം കാണും, അത്രയും കാണത്തുള്ളൂ. അപ്പം ക്രിസ്ത്യാനികളെ മാത്രം ചൂടാക്കി എടുക്കുക, അത് കേട്ടിട്ട് തുള്ളാൻ കുറേ ക്രിസ്ത്യാനികൾ കേരളത്തിൽ. ചീത്ത തന്നെ പറഞ്ഞത്, അത് തന്നെ ഹൃദയം വേണ്ടത്. അപ്പം ഈ നിയമഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രാതിനിധ്യമൊന്നുമില്ല. ഉള്ളത് ഹിന്ദുസ് ഉണ്ട്, പിന്നെ കുറച്ച് മുസ്ലിംസ് ഉണ്ട്, പിന്നെ ഈ കടപ്പുറം പാർട്ടികളുമാണ് ഉള്ളത്. അപ്പം ഈ അവിടുത്തെ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ ജയിക്കാൻ എല്ലാ രീതിയിലും BJPക്ക് സാധ്യതയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഈ രാജീവ് ചന്ദ്രശേഖർ നിന്നപ്പോൾ
പുള്ളി എതിർക്കാൻ നിന്ന സ്ഥാനാർത്ഥി മോശക്കാരനല്ല, ശശി തരൂരായിരുന്നു. ശശി തരൂരിനെ വേറെ എന്തൊക്കെ ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞാലും അയക്കും ഒരു വേൾഡ് പൗരൻ്റെ സ്റ്റാറ്റസ് കിടക്കുകയില്ലേ. അപ്പം അതുകൊണ്ട് വോട്ട് കിട്ടുന്നതിനകത്ത് ഒരു തുല്യതയൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും 20,000 വോട്ടിൻ്റെ ഡിഫറൻസ് ആയിരുന്നു ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും. ആ വോട്ടും പിന്നെ അതിനുശേഷം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടും ഇതെല്ലാം വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോഴും നിൽക്കുന്നത്, ഞാൻ ആദ്യത്തെ സാഹചര്യം അറിഞ്ഞത് ഇയാളെ 3-ാം സ്ഥാനത്താവുന്ന ശിവൻകുട്ടി. പക്ഷേ ചിലപ്പോൾ ശിവൻകുട്ടി 2-ാം സ്ഥാനത്ത് വന്നാൽ പോലും അപ്പം മറ്റേ 3-ാം സ്ഥാനത്ത് പോകും. അയാൾക്ക് ഒരിക്കലും കെ മുരളീധരനെ പോലുള്ള ഒരു വോട്ട് ക്യാൻവാസിങ്ങിനുള്ള ഹെൽപ്പൊന്നുമില്ല. അയാളുടെ സ്വന്തം മണ്ഡലത്തിലില്ല. അവിടെ കടഞ്ഞു വിളിച്ചാണ് പുള്ളി ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പം എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാർത്തികേയൻ മന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ ഈ ആനപരിപാലന കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ. അത് നമ്മുടെ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ചെലവും കാര്യങ്ങളും ഗവൺമെന്റിനെ കൊണ്ട് വഹിപ്പിച്ചത് കാർത്തികേയനാണ്. അത് ഞാൻ കൂടെ LLBക്ക് വിളിച്ചത്. പക്ഷെ ഒരിക്കൽ പോലും പുള്ളി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇത് കാണിക്കത്തില്ല. അവിടുത്തെ ആളുകളോടൊക്കെ നല്ല പെരുമാറ്റം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെല്ലും, അങ്ങനെ അവരെ സഹായിക്കും, അതൊക്കെ ചെയ്യുന്ന ആളാണ്. കാരണം ഒന്നാമത് അങ്ങനെ ഒരു പാവപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ്. വലിയ പണക്കാരനൊന്നും അല്ലായിരുന്നു. പക്കല് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം IAS ഭാര്യ പണത്തിൻ്റെ നല്ല കൊഴുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ ജനിച്ച ആളാണ്. പിന്നെ അവൻ്റെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നമുക്ക് ശരിയായിട്ട് നിഗമനത്തിലെത്താൻ പറ്റും. രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു സീറ്റ് BJPക്ക് നേടിക്കൊടുക്കും. 2-ാം സ്ഥാനത്ത് ശിവൻകുട്ടി വരും. ശിവൻകുട്ടി പരാജയം സമ്മതിച്ചിട്ടുണ്ട് ആൾറെഡി. കാരണം ആത്മവിശ്വാസം ഇല്ല ഇപ്പം അദ്ദേഹം. BJP പണം ഒഴുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അത് തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ശിവൻകുട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് മത്സരിക്കാൻ വയ്യ, സീറ്റ് വേണ്ട എന്ന് പറയാൻ കാര്യം തന്നെ ഇതാണ്. അത് തന്നെ പരാജയ ഭീതിയാണ്. അതുകൊണ്ട് മാത്രമല്ല പുള്ളിയുടെ ആരോഗ്യ പ്രശ്നമുണ്ട്, മുട്ടിന്റെ പ്രശ്നമുണ്ട്. പ്രശ്നമുള്ളതുകൊണ്ട് പുള്ളി പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു. പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് പുള്ളിയുടെ പുറകെ വന്ന് സമ്മതം ചെലുത്തിയിട്ടും പുള്ളി അവസാനമായിട്ട് ഈ കരമനയിലെ ചില അവിടെ പള്ളികളെല്ലാം കൂടെ ചേർന്ന് രാജ്യക്കാനൊരു ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞു. അത് എത്രമാത്രം പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കില്ല. വർഗീയത അങ്ങനെ വരാതിരിക്കട്ടെ. കരമനയിലെ പള്ളികളെ കേന്ദ്രീകരിച്ച് നിങ്ങൾ വോട്ടുകൾ ആരും കോൺഗ്രസിൽ ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുത്തതായിട്ട് ഇങ്ങനെ കിംവദന്തികൾ കേൾക്കുന്നു. അതങ്ങനെ അല്ലാതിരിക്കട്ടെ. ആ വർഗീയത നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടി ഉപസംഹരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.